പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ട്രീയുടെ ബൈനറി ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റിലെ എക്സ്പ്രഷൻ ട്രീ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, ബൈനറി ട്രീ എന്നുള്ളത് ഒരു നോർമൽ ട്രീ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ ട്രീയിൽ ഓരോ നോഡിനും 0 ചൈൽഡ് ആവാം, 1 ചൈൽഡ് ആവാം, മാക്സിമം 2 ചിൽഡ്രൻസ് വരെ വരാം. അങ്ങനെയുള്ള ബൈനറി ട്രീയെ നമുക്ക് എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രീ തന്നെയാണ്. പക്ഷേ ഈ ബൈനറി ട്രീയെ യൂസ് ചെയ്യുന്നത് എക്സ്പ്രഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് അറിയാം. ഒന്നെങ്കിൽ അത് ആൾജിബ്രിക് എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ബൂലിയൻ എക്സ്പ്രഷൻ ആവാം. സോ ഈ രണ്ട് രീതിയിലുള്ള എക്സ്പ്രഷൻസിനെയും ഒരു ബൈനറി ട്രീയുടെ സഹായത്തോടു കൂടി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ ട്രീയിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ലീഫ് നോഡുകൾ എപ്പോഴും ഓപ്പറൻറ്റുകളെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. രണ്ട്, ഓരോ ഇൻറ്റേർണൽ നോഡുകളും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓരോ നോഡുകളും ഓപ്പറേറ്റേഴ്സിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. റൂട്ട് നോഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഏറ്റവും മിനിമൽ പ്രെസിഡൻസ് വാല്യൂ ഉള്ള ഒരു ഓപ്പറേറ്റർ ആയിരിക്കും വരിക. പ്രിയ വിദ്യാർത്ഥികളെ, എങ്ങനെയാണ് ഈ ഒരു ബൈനറി ട്രീയെ എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷനെ എക്സ്പ്രഷൻ ട്രീയിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്നത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഞാനിവിടെ ഒരു എക്സ്പ്രഷനെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. എക്സ്പ്രഷൻ ഇതാണ്: a+b/c - d × e+f. ഇങ്ങനെ ഒരു എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രീയിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുക? പ്രിയ വിദ്യാർത്ഥികളെ, ഒരു എക്സ്പ്രഷനെ ട്രീയിലോട്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ എക്സ്പ്രഷനിലുള്ള ഓരോ ഓപ്പറേറ്റേഴ്സിൻ്റെയും പ്രിസിഡൻസ് വാല്യൂവിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിയ വിദ്യാർത്ഥികളെ, ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ്ഫിക്സ്, എക്സ്പ്രഷൻ ഇവാലുവേഷനെ കുറിച്ച് ഒരു ലെക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെക്ചറിൻ്റെ ഇൻഫർമേഷൻ ഞാനിവിടെ ഇൻഫർമേഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓപ്പറേറ്റേഴ്സിനും ചില പ്രിസിഡൻസുകളും അസോസിയേറ്റിവിറ്റിയും ഉണ്ടാവും. അങ്ങനെയുള്ള പ്രിസിഡൻസുകളെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സ്പ്രഷനിൽ പാരാന്തസിസുകൾ ഉണ്ടെങ്കിൽ, ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ, ആ ബ്രാക്കറ്റുകൾക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സ്പ്രഷനുകളെ ആയിരിക്കും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ ബ്രാക്കറ്റുകളെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കെന്നുള്ള പ്രയോറിറ്റിയിലായിരിക്കും സാധാരണഗതിയിൽ ബ്രാക്കറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എക്സ്പൊണൻറ്റ് എന്ന് പറയുന്ന പവർ വാല്യൂവിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഈ പവർ വാല്യൂവിനാണ് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ എക്സ്പൊണൻറ്റുകളെ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ അസോസിയേറ്റിവിറ്റി റൂൾ പറയുന്നത് ഈ എക്സ്പൊണൻറ്റുകളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കണം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അടുത്ത പ്രയോറിറ്റി വരുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. സെയിം പ്രയോറിറ്റി തന്നെയാണ്. എക്സ്പൊണൻറ്റ് കഴിഞ്ഞാൽ അടുത്ത ഇവാലുവേറ്റ് ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനെയാണ്. അസോസിയേറ്റിവിറ്റി റൂൾ പ്രകാരം എപ്പോഴും ഇവാലുവേഷൻ നടക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഏത് ഓപ്പറേഷൻ സിമ്പിളിനെയാണോ നമ്മൾ കാണുന്നത്, ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേറ്റർ ഏതാണോ ആ ഓപ്പറേറ്ററിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അഡീഷനും സബ്ട്രാക്ഷനുമാണ്. ഒരേ പ്രയോറിറ്റി തന്നെയാണ്. ഇവിടെയും കണ്ടീഷൻ ഇത് തന്നെയാണ് അസോസിയേറ്റിവിറ്റി റൂളിൽ പറയുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഏത് സിമ്പിളാണോ, ഏത് ഓപ്പറേറ്ററാണോ ആ ഓപ്പറേറ്ററിനെ വേണം ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. സോ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഡർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മുടെ എക്സ്പ്രഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു: a+b/c - d × e+f. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരാന്തസിസിനകത്ത്, ബ്രാക്കറ്റിനകത്ത് നമുക്ക് രണ്ട് എക്സ്പ്രഷൻസിനെ കാണാം. അതുകൊണ്ട് തന്നെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് b/c എന്ന് പറയുന്ന പാരാന്തസിസിനകത്തുള്ള ഓപ്പറേഷൻസും അതുപോലെ തന്നെ e+f എന്ന് പറയുന്ന ഓപ്പറേഷനെയാണ് ഫസ്റ്റ് പ്രയോറിറ്റിയോടുകൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രയോറിറ്റി ഏതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിനെ കാണാം. അതുകൊണ്ട് തന്നെ അടുത്ത ഇവാലുവേഷൻ എന്ന് പറയുന്നത് d × e+fൻ്റെ റിസൾട്ട് എന്തായിരുന്നോ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള റിസൾട്ടിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ നോക്കുമ്പോൾ പ്ലസിനും മൈനസിനും ഒരേ പ്രയോറിറ്റിയാണ്. പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് പ്ലസ് സിമ്പിൾ ആയതുകൊണ്ട് നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് a+b/cയുടെ റിസൾട്ടിനെയും അതിനുശേഷം ഏറ്റവും ഒടുവിലായി ഈ മൈനസ് ഓപ്പറേഷനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, ഈ പ്രയോറിറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ ട്രീ വരയ്ക്കുന്നത് എന്ന് ഒരു ട്രിക്കിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ.
നോർമലി നമുക്ക് സ്റ്റാക്കിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിലൂടെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ചും കൂടി എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഒരു എക്സ്പ്രഷൻ ട്രീ ഈസി ആയിട്ട് വരയ്ക്കാമെന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു എക്സ്പ്രഷൻ്റെ പ്രയോറിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്കൊരു എക്സ്പ്രഷൻ ട്രീ ഡ്രോ ചെയ്യാം. കണ്ടീഷൻ ഇതാണ്: നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനിൽ ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഓപ്പറേറ്റർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മൈനസ് സിമ്പലിനാണ് ഏറ്റവും കുറഞ്ഞ പ്രയോറിറ്റി ഉള്ളത്. അതുകൊണ്ട് ആ ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള സിമ്പലിനെ റൂട്ട് നോഡാക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ മൈനസിനെ ഞാനിവിടെ റൂട്ട് നോഡാക്കിക്കൊണ്ട് മൈനസ് സിമ്പലിൻ്റെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ ഓപ്പറേഷൻസിനെയും ലെഫ്റ്റ് സബ് ട്രീയും, റൈറ്റിലേക്കുള്ള എല്ലാ ഓപ്പറേഷനെയും റൈറ്റ് സബ് ട്രീയും ആക്കുക. സോ മൈനസ് സിമ്പലിൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ a+b/cയും റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ d ഇൻറ്റു e+f നമുക്ക് കാണാം. സോ മൈനസിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് a+b/cയും റൈറ്റ് ചൈൽഡായിട്ട് d ഇൻറ്റു e+f നമ്മൾ എന്ത് ചെയ്തു? പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സെയിം ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ ഈ ലെഫ്റ്റ് സബ് ട്രീയിലും റൈറ്റ് സബ് ട്രീയിലും പെർഫോം ചെയ്യേണ്ടത്. സോ ലെഫ്റ്റിലേക്ക് ഞാൻ വരികയാണെങ്കിൽ ഞാനിവിടെ കാണുന്നത് a+b/c എന്ന് പറയുന്ന ഓപ്പറേഷനെയാണ്. സോ a+b/cയിൽ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ ഉള്ളത് പ്ലസ് എന്ന് പറയുന്ന സിമ്പലിനെയാണ്. അതുകൊണ്ട് പ്ലസ് സിമ്പലിൻ്റെ ലെഫ്റ്റിലേക്കുള്ളതിനെ ഞാൻ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റിലേക്കുള്ള ഓപ്പറേഷൻസിനെ ഞാൻ റൈറ്റ് സബ് ട്രീയും ആക്കുന്നു. സോ പ്ലസ് എന്ന് പറയുന്ന സിമ്പലിനെ ഞാനൊരു പേരൻ്റ് നോഡാക്കുന്നു. ആ പേരൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് എയും റൈറ്റ് ചൈൽഡായിട്ട് b/cയും ആക്കുക. ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇനി നമ്മൾ എവിടെ പെർഫോം ചെയ്യുക? b/cയിൽ പെർഫോം ചെയ്യുക. ഡിവിഷൻ എന്ന് പറയുന്ന സിമ്പലിൻ്റെ ലെഫ്റ്റിലേക്ക് ബിയെയും റൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സി എന്ന് പറയുന്ന ഓപ്പറൻറ്റിനെ പ്ലേസ് ചെയ്യുക. സോ ഡിവിഷൻ എന്ന് പറയുന്ന സിമ്പലിനെ പേരൻ്റ് ആക്കുന്നു. ലെഫ്റ്റ് ചൈൽഡായിട്ട് ബി, റൈറ്റ് ചൈൽഡായിട്ട് സിയെ നമ്മൾ എന്ത് ചെയ്യുക? പെർഫോം ചെയ്യുക. സെയിം തിങ്, ഇതേ കാര്യം തന്നെ നമ്മൾ എവിടെയും വെക്കുകയാണ്. റൂട്ടായിട്ടുള്ള മൈനസ് സിമ്പലിൻ്റെ റൈറ്റ് ചൈൽഡിലേക്കും d ഇൻറ്റു e+f എന്ന് പറയുന്ന ഈ നോഡിലേക്കും നമ്മൾ ഇതേ ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യുന്നു. ഇതേ ഓപ്പറേഷനെ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ലീസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പാരാന്തസിസിനകത്തുള്ള e+f-നാണ്. ലീസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണുന്നത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിനെയാണ്. അതുകൊണ്ട് ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിനെ പേരൻ്റ് ആക്കി വെച്ചുകൊണ്ട് ആ പേരൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ഡിയും റൈറ്റ് ചൈൽഡായിട്ട് e+f നമ്മൾ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. സെയിം തിങ് തന്നെയാണ് നമ്മൾ e+f എന്ന് പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള നോഡിനകത്ത് പെർഫോം ചെയ്യുക. പ്ലസ് സിമ്പലിനെ പേരൻ്റ് ആക്കുക, ലെഫ്റ്റ് ചൈൽഡായിട്ട് ഇയെ പ്ലേസ് ചെയ്യുക, റൈറ്റ് ചൈൽഡായിട്ട് എഫ് എന്ന് പറയുന്ന ഡേറ്റയെ പ്ലേസ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനെ ട്രീയിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്ന ഒരു ട്രീയാണ് ബൈനറി എക്സ്പ്രഷൻ ട്രീ എന്ന കാറ്റഗറിയിൽ അറിയപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികളെ, ഈ ഒരു എക്സ്പ്രഷൻ ട്രീയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. എല്ലാ ലീഫ് നോഡുകളിൽ വരുന്നതും പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റ വാല്യൂസ് ആയിരിക്കും. ലീഫ് നോഡിനകത്തെല്ലാം വരുന്നത് ഡേറ്റ വാല്യൂസ് ആയിരിക്കും. സോ ഈ ട്രീയിൽ നമ്മൾ കാണുന്ന ലീഫ് നോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. എ എന്ന് പറയുന്ന നോഡ്, ബി, സി, ഡി, ഇ ആൻഡ് എഫ്. ഈ നോഡുകളെല്ലാം തന്നെയും ലീഫ് നോഡുകളാണ്. ലീഫ് നോഡിനകത്തെല്ലാം വരുന്നത് ഓപ്പറൻറ്റുകളായിരിക്കും, അല്ലെങ്കിൽ വാല്യൂസ് ഓർ വേരിയബിൾസ് ആയിരിക്കും. ഇൻറ്റേർണൽ നോഡുകളിലെല്ലാം റൂട്ട് നോഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഇൻറ്റേർണൽ നോഡുകളെയും നോക്കിയാൽ നമുക്ക് കാണാം അവിടെ വരുന്നതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സിമ്പിളായിരിക്കും വരിക. സോ ഇത് തന്നെയാണ് എക്സ്പ്രഷൻ ട്രീയിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോയിൻ്റ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ട്രീയുടെ ലീഫ് നോഡുകളിലെല്ലാം തന്നെയും ഓപ്പറൻറ്റുകളും ഇൻറ്റേർണൽ നോഡുകളിലെല്ലാം തന്നെയും വരുന്നത് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. റൂട്ട് നോഡിൽ വരിക ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റിയുള്ള ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രീയെ നമ്മൾ ഇൻ ഓർഡർ ട്രാവേഴ്സലിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്പ്രഷൻ ട്രീയെ ഇൻ ഓർഡർ ട്രാവേഴ്സൽസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ട്രീയിൽ നിന്നും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? നമുക്ക് വേണ്ടുന്ന എക്സ്പ്രഷനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ബൈനറി ട്രീയിലെ എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷനെ എക്സ്പ്രഷൻ ട്രീയിലേക്ക് ആക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.